നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പരസ്പരം പുകഴ്ത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും മേയർ MK വർഗീസും. ജനങ്ങൾക്ക് വേണ്ടി തന്റെ ഫണ്ട് വിനിയോഗിച്ച മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നതെന്ന് സുരേഷ് ഗോപി. തൃശൂരിന് സുരേഷ് ഗോപി വൻ പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്ന് മേയർ MK വർഗീസ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് തീരുമാനമായില്ലെന്ന DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. തൃശൂരിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്ന് VK ശ്രീകണ്ഠൻ. തൃശൂരിലെ ചരിത്ര സ്മാരകമായ പുരാവസ്തു മ്യൂസിയവും ശക്തൻ തമ്പുരാൻ കൊട്ടാരവും നവീകരണത്തിന്റെ പേരിൽ അടച്ചിട്ടിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. മ്യൂസിയവും കൊട്ടാരവും എന്ന് തുറന്നു നൽകുമെന്ന് വ്യക്തമാക്കാതെ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ ഒളിച്ചുകളി തുടരുന്നു. ചാലിശ്ശേരിയിൽ പുതിയതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നു. പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന ആരോപണം. മന്ത്രി MP രാജേഷിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന മുൻ MLA VT ബൽറാം. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച മാടക്കത്രയിൽ ജാഗ്രതാ നിർദ്ദേശം. പന്നികളിൽ മാത്രം കാണപ്പെടുന്ന രോഗം മനുഷ്യരിലേക്ക് പകരില്ലെന്ന് വിദഗ്ധർ. വെസ്റ്റ് മങ്ങാട് വെട്ടിക്കടവ് പാലത്തിന്റെ റോഡരികിന് സമീപം സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനം നടപ്പായില്ല. റോഡിന് ഇരുവശത്തും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും 2 വർഷമായിട്ടും പണി തുടങ്ങിയില്ല. മനക്കൊടി ഗീവർഗീസ് സഹദായുടെ തീർത്ഥകേന്ദ്രത്തിൽ മോഷണം. കപ്പേളയുടെ ഒരു വശത്തെ ജനൽ ചില്ലുകൾ തകർത്ത നിലയിൽ കണ്ടെത്തി. രൂപക്കൂടിന്റെ ഒരു വശവും തകർത്തിട്ടുണ്ട്. ചില്ല് അടിച്ചുടച്ച മോഷ്ടാവ് രൂപത്തിൽ അണിഞ്ഞിരുന്ന സ്വർണം പൂശിയ 2 മാലകൾ കവർന്നു. പന്തളം നഗരസഭ, പന്തളം മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന പ്രതിനിധി സംഘം വടക്കാഞ്ചേരി നഗരസഭ സന്ദർശിച്ചു. നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനാണ് സംഘമെത്തിയത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അഴിമതിയാണെന്നാരോപിച്ച് UDF പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബ്ലോക്ക് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടിയ സാഹചര്യത്തിലായിരുന്നു UDFന്റെ പ്രതിഷേധം. ടോറസ് ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികനായ മതിലകം സ്റ്റേഷനിലെ ASIക്ക് ഗുരുതര പരിക്കേറ്റു. മൂർക്കനാട് സ്വദേശി സതീഷിനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിൽ നിന്ന് വീണ യാത്രക്കാരന് ഗുരുതര പരിക്ക്. പരിക്കേറ്റയാളെ വടക്കാഞ്ചേരി പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നോളം ചാട്ടുകുളത്ത് സൈക്കിളും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ നന്ദനംവിലയിൽ അരവിന്ദാക്ഷ പണിക്കർ, ആർത്താറ്റ് ചിരിയങ്കണ്ടത്തെ വീട്ടിൽ തോബിയാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂരിൽ കോടതി സമുച്ചയം നിർമ്മിക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് കോടതി സമുച്ചയം നിർമ്മിക്കുന്നത്. ആറാട്ടുപുഴ ശ്രീശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ശ്രീശാസ്താ സംഗീതോത്സവത്തിന് തുടക്കമായി. സംഗീതോത്സവം സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലീഡർ K കരുണാകരൻ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. മഞ്ജുലാൽ പരിസരത്ത് നടന്ന അനുസ്മരണ സദസ്സ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ ഉദ്ഘാടനം ചെയ്തു. ലീഡർ K കരുണാകരന്റെ 106ാം ജന്മദിനം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് PM മനീഷ്, കോൺഗ്രസ് നേതാക്കളായ T ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്പന്ദനം ഫിലിം ഫെസ്റ്റിവൽ സപ്ലിമെന്റ് പ്രകാശനം മാധവ് രാമദാസ് റിനി സലീമിന് നൽകി നിർവഹിച്ചു. താളം തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ സ്പന്ദനം പ്രസിഡന്റ് CO ദേവസി അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ നഗർ ഹോമിയോ ആശുപത്രിയുടെ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. കുറുനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം LP സ്കൂളിൽ ബഷീർ ദിനം ആചരിച്ചു. പ്രധാന അധ്യാപകൻ KR രജിത, അധ്യാപകരായ നിഷ ആന്റണി, KP അജിത തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബിലെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ശനിയാഴ്ച നടക്കും. കൈത്താങ്ങ് സഹായ പദ്ധതി പ്രകാരം അവശതയനുഭവിക്കുന്ന 10 പേർക്ക് പ്രതിമാസം 2000 രൂപ വീതവും വൃക്ക രോഗികൾക്ക് 1 വർഷത്തേക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ധനസഹായവും ക്ലബ്ബ് നൽകും. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിനെതിരെ കേസെടുത്തതിൽ ആമ്പല്ലൂരിൽ പ്രതിഷേധം. മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ് പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
ലീഡർ കെ കരുണാകരന്റെ 106ാം ജന്മദിനത്തോടനുബന്ധിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്ര മഹാസംഘം ഓഫീസിൽ ലീഡർ അനുസ്മരണം നടന്നു. കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ഒലൂർ പ്രസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റായി സുരേഷ് എടക്കുന്നിയെയും സെക്രട്ടറിയായി കെ ആർ ഔസേപ്പിനെയും TCV ബ്യൂറോ റിപ്പോർട്ടർ ശ്രീജിത്ത് പുളുങ്കുടിയെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക കെ ഗിരിജ, അധ്യാപകരായ C ജ്യോതി, M വിപിന എന്നിവർ സംസാരിച്ചു. ലീഡർ കെ കരുണാകരന്റെ 106ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുങ്ങുന്നം മുരളി മന്ദിരത്തിലെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP, മുൻ നിയമസഭാ സ്പീക്കർ തേറമ്മിൽ രാമകൃഷ്ണൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടൂർ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ 6 മാസമായിട്ടും തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനതാദൾ S കൈപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി ധർണ നടത്തി. ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ധർണ ഉദ്ഘാടനം ചെയ്തു. ലീഡർ കെ കരുണാകരന്റെ ജന്മദിനം കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ 2021-2024 ബാച്ച് ബിരുദ വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ ചടങ്ങ് നടന്നു. തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ L സുഷമ ബിരുദദാനം നിർവഹിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മൃതി ദിനത്തിൽ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന സ്കൂൾ അങ്കണത്തിലെ ഇലഞ്ഞിമരത്തണലിൽ ഒത്തുകൂടി. പ്രധാനാധ്യാപകൻ T അനിൽകുമാർ, അധ്യാപകരായ ബിന്ദു G കുട്ടി, CC പ്രിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. വികസനത്തിൽ ആദ്യമെന്നതോ അവസാനത്തേതോ എന്ന മുൻഗണന എന്നില്ലെന്നും ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന എല്ലാ അർത്ഥത്തിലും സ്ഥാപിക്കാൻ പറ്റുന്നവ നടപ്പാക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വാണിജ്യ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് പോയാൽ തന്റെ സഹപ്രവർത്തകർ ചെയ്യുന്നത് പോലെ പണം വാങ്ങുമെന്നാണ് താൻ പറഞ്ഞത്. ആ പണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് വിനിയോഗിക്കുക, മറിച്ചുള്ള മാധ്യമ വാർത്തകൾ അസംബന്ധമാണെന്നും സുരേഷ് ഗോപി. തൃക്കൂർ വെള്ളാനിക്കോട് ഇരുമ്പ് തോട്ടികൊണ്ട് കടച്ചക പറിക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് വയോധിക മരിച്ചു. പുളിച്ചുവട് എടത്തിരുത്തിക്കാരൻ അന്തോണി ഭാര്യ 65 വയസ്സുള്ള സെലീനയാണ് മരിച്ചത്. തൃശൂർ തൃപ്രയാർ റോഡിലെ അമ്മാടം പുത്തൻവെട്ടുവഴി ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു. പുത്തൻവെട്ടുവഴി ജംഗ്ഷനിൽ അമിതവേഗവും ട്രാഫിക് നിയന്ത്രണ മാർഗങ്ങളുടെ അഭാവവുമാണ് വില്ലനാകുന്നത്. ലീഡർ കെ കരുണാകരന്റെ 106ാം ജന്മദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ് ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വായനശാലകൾക്കുള്ള കമ്പ്യൂട്ടറുകളുടെയും ഫർണിച്ചറിന്റെയും വിതരണ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ 2 ദിവസങ്ങളായി സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സ്വയം തൊഴിലിന് സ്കൂട്ടർ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ മെറിറ്റ് ഡേ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി. വെൺമേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ ജോയ് ചെറിയാൻ ബഷീർ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി V സാംബശിവൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കഥാപ്രസംഗ കലയെയും V സാംബശിവന്റെ കലാജീവിതത്തെയും അടിസ്ഥാനമാക്കി P മണികണ്ഠൻ പ്രഭാഷണം നടത്തി. എളവള്ളി പഞ്ചായത്തിലെ വാഗ അയ്യപ്പൻ മാസ്റ്റർ സ്മാരക പബ്ലിക് ലൈബ്രറിയുടെ സുവർണ ജൂബിലി സമാപിച്ചു. മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. ആലത്തൂ ALP സ്കൂളിൽ ഫണ്ട് ഫാക്ടറി പദ്ധതി ആരംഭിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഫണ്ട് ഫാക്ടറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളും നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി വായനശാലയും സംയുക്തമായ ബഷീർ അനുസ്മരണവും പുസ്തക ചലച്ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നഗരസഭയിൽ വീണ്ടും പുതിയ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് നടന്നു. വികസന സമിതി അധ്യക്ഷനായ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്തിനെ തിരഞ്ഞെടുത്തു. ഇരിങ്ങാലക്കുട രൂപതയിൽ പുതിയ 2 വികാരി ജനറൽമാർ നിയമിതരായി. മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, മോൺസിഞ്ഞോർ ജോളി വടക്കൻ എന്നിവരാണ് നിയമിതരായത്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.